ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയർലാൻഡിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ല കാണാൻ വേണ്ടി നല്ല ഭംഗിയുള്ള ഒരു പ്ലേസാണ് ക്ലിഫ്സ് ഓഫ് മോർ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 1 പാർട്ട് 2 പോലൊന്നും ഇടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു അപ്ലോഡ് ചെയ്തപ്പോൾ ഉള്ളൊരു എറർ കാരണം അത് ഹാഫ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും ഒരു കുറച്ചായിട്ട് പോയിട്ടോ. കാരണം അതിൽ ആകെ നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്ലേസിൻ്റെ ഒരു ഭംഗിയും ഈ ഒരു ഇതും കാണിക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ അതിൽ ആകെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ആ വീഡിയോയിൽ. നമ്മളിത് എവിടെയാണുള്ളത്, പിന്നെ അതുപോലെ ഇവിടെ ടിക്കറ്റ് എടുക്കണം, അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസും അതൊക്കെ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു പാർട്ട് 2 എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ നല്ല വ്യക്തമായിട്ട് നമ്മളുടെ ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ വ്യൂസും ഭംഗിയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മിസ്സാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ, ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പോൾ നമ്മളെ വീഡിയോ നിന്ന് പോയത് നമ്മൾ ഒരു എക്സിബിഷൻ കാണാൻ കയറിയപ്പോഴാണ്. അപ്പോൾ എക്സിബിഷനിൽ നമ്മൾ കയറി കുറച്ച് കണ്ട് നമ്മളൊരു ഷോയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ടാണ് നമ്മളെ വീഡിയോ സ്റ്റോപ്പ് ആയത്. അപ്പോൾ അവിടെ തൊട്ടേ ഞാൻ ഇനി കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോ ഇവിടെ അവസാനിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴും ഇതുപോലെ കുറേ എന്താ പറയുക, കുറേ ഐറ്റംസ് ഇങ്ങനെ അവർ നമ്മളെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇവരുടെ പുരാതനമായ സാധനങ്ങളെല്ലാം ഇതുപോലെ ഒരു എക്സിബിഷൻ പോലെ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങി നമുക്ക് കുറച്ചും കൂടെ നടക്കാണ്ട്, കുറച്ചും കൂടെ നടന്നാൽ മാത്രമേ നമുക്ക് മറ്റേ ക്ലിഫ്സിൻ്റെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫർ ആർക്കൊക്കെയോ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ക്ലിഫ്സിൻ്റെ ഒരു മനോഹരമായൊരു വ്യൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂസ് കിട്ടുന്നുണ്ട്. അതുപോലെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ഇതുപോലെ ഒരു ക്ലിഫ്സിൻ്റെ ഒരു നല്ലൊരു ഭംഗിയുള്ള വേറൊരു വ്യൂസും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ സീ ബേർഡ്സിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ എന്നാണ് ഇവർ പറയുന്നത്. കാരണം നമുക്ക് ഇവിടെ ഒരു 25-30ഓളം സ്പീഷീസിലുള്ള ബേർഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ ഈ അറ്റ്ലാന്റിക് ഓഷനിൽ നിന്ന് എന്താ പറയുക 700 അടിയോളം ഉയരം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ഈ ക്ലിഫ്സിന്. അതുപോലെ ഇതൊരു 14 കിലോമീറ്ററോളം സ്ട്രെച്ച് ചെയ്ത് കിടക്കണ ഒരു കോസ്റ്റാണെന്നാണ് കേട്ടോ പറയണേ. അങ്ങനെ നമ്മൾ നടന്ന് വ്യൂസൊക്കെ കാണാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് മുകളിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അതിനുള്ള ക്യൂ ആണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്.
അങ്ങനെ നമ്മളിതേ ക്യൂ നിന്നിട്ട് അതിൻ്റെ മോളിലേക്ക് കയറാൻ വേണ്ടി ഇപ്പോൾ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ക്യൂ ഒക്കെ അവസാനിച്ച് ഗൈസ് അങ്ങനെ നമ്മൾ മോളിൽ കയറാണ്. മോളിൽ കയറുമ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുത്തനെ നമുക്ക് മുകളിൽ കയറാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് നമുക്കൊരു നല്ലൊരു വ്യൂ നമുക്ക് താഴോട്ട് കിട്ടും. മുകളിൽ ചെന്നപ്പോൾ ആണെങ്കിൽ താഴത്തേക്കാളും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ മുകളിൽ ചെന്നിട്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല മുകളിൽ നിന്നുള്ളൊരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ ക്ലിഫ്സിൻ്റെ. അങ്ങനെ നമ്മളതൊക്കെ കണ്ട് നമ്മൾ താഴോട്ട് പോവാണ്. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് എന്താ പറയുക നെക്സ്റ്റ് ഒരു വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ നമുക്കൊരു ഐലാൻഡ് കൂടെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല വിഷൻ ഉള്ളപ്പോൾ നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പം അത്ര കുറച്ചേ കാണുന്നുള്ളൂ. പിന്നെ ഇവിടെ കുറേ സിനിമയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹാരി പോട്ടർ ആൻഡ് ദ ഹാഫ് ബ്ലഡ് പ്രിൻസ്, അതുപോലെ ദ പ്രിൻസസ് ബേർഡ്, ഇൻ ടു ദ വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമയൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ വ്യൂ കണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവിടെ മറ്റേ വേലി പോലത്തെ സംഭവത്തുമ്മേ കുറേ ഹെയറിൻ്റെ ബണ്ണിങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നൊന്നും നമുക്കറിയില്ല, എന്തെങ്കിലും ഉണ്ടാവും എന്ന് നമുക്കറിയില്ല കേട്ടോ. കുറേ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ബേർഡ്സിനൊക്കെ നമ്മൾക്കിങ്ങനെ കാണാം കേട്ടോ. ഭയങ്കര അകലെന്നാണ് കാണുള്ളൂ, പക്ഷെ എന്നാലും കുറേ ബേർഡ്സ് ഉണ്ട് അവിടെ. നിറച്ച് ബേർഡ്സ് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു അച്ഛൻ ഒരു കുട്ടീനെ മറ്റേ ഷോൾഡറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും കേട്ടോ. അങ്ങേ അറ്റം വരെ നമുക്ക് നടക്കാൻ വേണ്ടി പറ്റും. അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് കുറച്ചും കൂടെ പോകാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് കടക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അങ്ങോട്ട് പിന്നെ പോകാൻ പറ്റില്ല. നമ്മളിവിടെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റണവരൊക്കെ ഇവിടെ വന്ന് ഈ ഒരു പ്ലേസ് കാണണം. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ. ഇത് അകലെന്ന് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്തെത്തിയപ്പോഴാണ് അത് ഫുള്ള് കല്ലാന്ന് നമുക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ടും ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തൊക്കെ ഇത്രയുള്ളൂ. ബൈ.